എ ബി എന്നീ 2 പൈപ്പുകൾ യഥാക്രമം 12 മണിക്കൂർ കൊണ്ടും 15 മണിക്കൂർ കൊണ്ടും ഒരു ടാങ്ക് നിറയ്ക്കും. 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് എത്ര സമയം കൊണ്ട് നിറയും? നമുക്ക് ഏകദേശ ചിത്രം വരച്ചിട്ടുണ്ട്. ഇതാണ് വാട്ടർ ടാങ്ക് എന്ന് സങ്കല്പിക്കുക. ഇതാണ് വാട്ടർ ടാങ്ക് എന്ന് സങ്കല്പിക്കുക. ഇത് രണ്ടും 2 പൈപ്പുകൾ, എ ബി എന്നീ 2 പൈപ്പുകൾ. ഇത് രണ്ടും 2 പൈപ്പുകളാണ്, എയും ബിയും. നമുക്ക് പറയണത് എ എന്ന പൈപ്പ് മാത്രം തുറക്കുക, ബി അടച്ചിട്ട് എ എന്ന പൈപ്പ് മാത്രം തുറന്നാൽ ടാങ്ക് 12 മണിക്കൂർ കൊണ്ട് നിറയും. എ മാത്രം തുറന്നാൽ 12 മണിക്കൂർ കൊണ്ട് നിറയും. ഇനി എ എന്ന പൈപ്പ് അടച്ച് ബി മാത്രം തുറക്കുക, എ എന്ന പൈപ്പ് അടച്ച് ബി മാത്രം തുറന്നാൽ ടാങ്ക് 15 മണിക്കൂർ കൊണ്ട് നിറയും. 15 മണിക്കൂർ. അപ്പോൾ ഇത് ഓരോ പൈപ്പുകൾ മാത്രം തുറക്കുമ്പോഴത്തെ അവസ്ഥയാണ് പറയുന്നത്. ഒരു പൈപ്പ് മാത്രം തുറക്കുമ്പോൾ 12 മണിക്കൂർ, അടുത്ത് മാത്രം തുറക്കുമ്പോൾ 15 മണിക്കൂർ. ചോദ്യം എന്താ? 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ, രണ്ടും അടയ്ക്കാണ്ട് രണ്ടും കൂടി ഒരുമിച്ച് തുറന്നാൽ എത്ര സമയം പിടിക്കും? ഉത്തരം കാണാൻ ഈ 2 സമയങ്ങൾ എടുക്കുക, 12ഉം 15ഉം. എന്നിട്ട് 12 × 15 / 12 + 15 ചെയ്യുക. 12 × 15 180 / 12 15 കൂട്ടിയ 27. 12 × 15 180, 12 15 കൂട്ടിയ 27. ഇത്രയും മണിക്കൂർ വേണ്ടി വരും. നമുക്കിത് പറയുമ്പോൾ ഒരു ശരിയായ രീതിയിലല്ല. 180 / 27. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിനെ നമുക്ക് മിനിറ്റാക്കി മാറ്റാം. മണിക്കൂറിനെ എങ്ങനെ മിനിറ്റാക്കാം? മണിക്കൂറിനെ മിനിറ്റാക്കാൻ 60 കൊണ്ട് ഗുണിക്കുക. മണിക്കൂറിനെ മിനിറ്റാക്കാൻ 60 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 180 / 27 × 60. നമുക്കിത് വെട്ടിച്ചുരുക്കാം. വെട്ടിച്ചുരുക്കുമ്പോൾ 9 3 27, 23 60. ഈ 9ഉം 180ഉം 29 180 വെട്ടിച്ചുരുക്കുമ്പോൾ അപ്പോൾ 20 × 20 400. ഇതെത്രയും മിനിറ്റാണ്. നമ്മളിതിനെ മണിക്കൂറിനെ മിനിറ്റാക്കാൻ 60 കൊണ്ട് വിളിച്ചത്. അപ്പോൾ ഉത്തരം കിട്ടി നമുക്ക് 400 മിനിറ്റ്. ഇതിനെ നമുക്ക് മണിക്കൂറാക്കി മാറ്റുക. 400 മിനിറ്റ് പറയുമ്പോൾ ഇതിൽ എത്ര 60 ഉണ്ട്? 6 60. 6 × 60 360. 6 × 60 360. അപ്പോൾ ഇതിൽ 6 മണിക്കൂറുണ്ട്. ഒരു മണിക്കൂർ 60 മിനിറ്റ് ആണല്ലോ. അപ്പോൾ 6 മണിക്കൂർ. 6 മണിക്കൂറാകുമ്പോൾ എത്രയായി? 360 മിനിറ്റായി. ബാക്കി ഒരു 40 ഇല്ല ഇതിൽ. അപ്പോൾ 6 മണിക്കൂർ 40 മിനിറ്റാണ് ഉത്തരം.